നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും അധികം മാധ്യമങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങളും സർവേകളും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഫലം വന്നു. അതിനുശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുകയും ചെയ്തു. ഇപ്പോൾ ബി.ജെ.പിയുടെ പരാജയ കാരണം പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലടക്കം എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ചിത്രം നൽകുന്ന ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ലോക്നീതി CDS പോസ്റ്റ് പോൾ സർവേയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അടക്കമുള്ള കാര്യങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു പിന്നോട്ട് പോകലിന് വഴിവെച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ബി.ജെ.പിക്ക് ശക്തമായ ബദലാകണമെന്നും അധികാരമില്ലാത്ത ഇടത്ത് സമാന മനസ്കരുമായി ഐക്യത്തിലെത്തിക്കൊണ്ട് ബി.ജെ.പിയെ നേരിടാൻ തയ്യാറാകണമെന്നുമാണ് ഫലം തെളിയിക്കുന്നത് എന്നുകൂടി ഈ സർവേ അവകാശപ്പെടുന്നുണ്ട്. നമുക്കറിയാം, തുടർച്ചയായി അത് ഏത് ഭരണകൂടം ഭരിച്ചാലും ഭരണവിരുദ്ധ വികാരം ചില കോണുകളിൽ നിന്നെങ്കിലും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. RSSന്റെ ഉൾപ്പെടെയുള്ള നയങ്ങളും ബി.ജെ.പിയുടെ ഈ പിന്നോട്ട് പോകലിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ അപ്രതീക്ഷിതമായി ചില സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ബി.ജെ.പിക്ക് ഇക്കുറി സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിരുന്ന ഉത്തർപ്രദേശിൽ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും അധികം ഉയർന്നു വന്നത്. ഭരണവിരുദ്ധ വികാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സർക്കാരാണെങ്കിലും തുടർച്ചയായി അധികാരത്തിൽ വരുമ്പോൾ അവിടെ ചില കോണുകളിലെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. മാത്രമല്ല, മോദിയുടെ ജനപ്രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ്, മോദി ഗ്യാരണ്ടി എന്നുള്ള ഒറ്റ ലേബലിൽ മാത്രം ബി.ജെ.പി. എന്ന വലിയ പാർട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ ചില ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി സർവേ പറയുന്നു. പ്രാദേശിക പാർട്ടികളുടെ കരുത്ത് ഒരു കാരണമായി പറയുന്നുണ്ട്. സമാജ്വാദി പാർട്ടി അടക്കം വലിയ തിരിച്ചുവരവാണ് ഉത്തർപ്രദേശിൽ നടത്തിയിരിക്കുന്നത്. ഈ പ്രാദേശിക പാർട്ടികളൊക്കെ പെട്ടെന്ന് കരുത്താർജിച്ചതും ഒരു കാരണം തന്നെയാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവ്, അതിനോടൊപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, ഇവരുടെ തീരുമാനം, ഹിന്ദുത്വക്കേറ്റ ഒരു മങ്ങൽ. നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ പോലും ബി.ജെ.പിക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ഹിന്ദുത്വം എന്നുള്ള പ്രത്യയശാസ്ത്രം എങ്ങനെ എവിടെ പറയണം എന്നതിന്റെ കൃത്യമായ സൂചന കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് ഇവർ പറയുന്നു. മാത്രമല്ല, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷം രാജ്യത്ത് ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് CDSന്റെ ഈ ഒരു പോസ്റ്റ് പോൾ സർവേ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ചത് 43.6% വോട്ട് വിഹിതമായിരുന്നു. അതായത് പ്രതിപക്ഷ സഖ്യത്തിന് 2019 ലഭിച്ചതിനേക്കാൾ 1.4% കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് ലഭിച്ചത് 41.4% വോട്ടുകളാണ്. തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില പദ്ധതികൾ, അതായത് ബാലാക്കോട്ട് അല്ലെങ്കിൽ PM കിസാൻ പദ്ധതികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം തുടങ്ങിയ വിഷയങ്ങളൊക്കെയും ബി.ജെ.പിയെ കഴിഞ്ഞ തവണ 303 എന്നുള്ള സംഖ്യ നേടാൻ സഹായിച്ചിരുന്നു. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. ഇതൊക്കെയാണ് തിരിച്ചടിക്ക് കാരണമായി ഈ സർവേ ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.